ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ വെഡ്ഡിങ്ങിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഫാഷൻ ബസാറിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അച്ചു നല്ല ഉറക്കമായിരുന്നു. അവനെ എടുത്തപ്പോൾ അവൻ എണീറ്റു കേട്ടോ. എണീറ്റപ്പോൾ ഞങ്ങൾ മെല്ലെ നടത്താൻ നോക്കിയതാണ്. കുറച്ച് അലമ്പൊക്കെ ഉണ്ടാക്കിയെങ്കിലും നീനുള്ളത് കൊണ്ട് അവൻ ഓക്കെ ആയിരുന്നേ. ഇപ്പം ഞങ്ങൾ ഫാഷൻ ബസാറിൽ നിന്ന് ഇറങ്ങിയിട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ അഭിഷേകിലേക്കാണ് പോയത്. അതാ റൗണ്ട് തന്നെയാണ് കേട്ടോ അഭിഷേക്. അപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിന്. പിന്നെ അവൾക്ക് മെയിനായിട്ട് അവൾക്കാണല്ലോ ഡ്രസ്സ് എടുക്കേണ്ടത്. അപ്പോൾ അവൾക്ക് മാരേജിൻ്റെ ആ ഒരു സാരി അവിടെ കിട്ടിയിട്ടില്ലായിരുന്നു. അതേപോലെ അവൾ അമ്മയ്ക്കും അവിടുന്ന് കിട്ടിയിട്ടില്ല. അവൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനത്തെ സാരി ആവണമെന്ന്. അത് അന്വേഷിച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതിനിടയ്ക്ക് അച്ചുവിടെ കളിയോട് കളിയാണ് കേട്ടോ. അവൻ ഉറങ്ങിയൊക്കെ എണീറ്റ് വയറൊക്കെ നിറഞ്ഞിരിക്കുകയായതുകൊണ്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. കുപ്പി എറിഞ്ഞാണേ കളി. ഭയങ്കര ചിരി വരുന്നുണ്ട്. ചിരി വന്ന് നിലത്ത് വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവന് ഈ കുപ്പി പാട്ട അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് താല്പര്യം കേട്ടോ കളിക്കാൻ. നമ്മൾ വാങ്ങി കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളൊന്നും അവന് വേണ്ട. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് നിന്നതാണ് കേട്ടോ. ആ സമയത്ത് ഇവർ അതിന് തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീകുട്ടീൻ്റെ അമ്മേൻ്റെ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെന്ന്. ഇതാ ഇപ്പോൾ അവരവിടെ തുമ്മി കളിക്കുകയാണ്. തുമ്മി കളിക്കാൻ അവർ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ആച്ചി എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുക കേട്ടോ ചെയ്യുക. പക്ഷേ എക്സ്പ്രഷനൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടിട്ട് ചുറ്റും എല്ലാവരും നോക്കണ്ടേ. ഇത് എന്ത് കളിയാണെന്നൊന്നും എനിക്കറിയില്ല. പുതിയതായിട്ട് അവൻ കണ്ടുപിടിച്ച എന്തോ കളിയാണ്. ആ ചേച്ചി ആരാന്നും എനിക്കറിയില്ല കേട്ടോ. അത് അപ്പുറത്തെ സ്റ്റാഫ് എന്തോ ആണ്. ആ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. അവരെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ വേഗം സ്പീഡിൽ വന്ന് താഴോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ വേഗം താഴോട്ട് പോയേനെ. കണ്ടില്ലേ, താഴോട്ട് പോയേനെ എന്തേലും പറ്റിയേനെ. പക്ഷേ എനിക്ക് അറിയാം അങ്ങനെ എന്തേലും വരുന്നു. അതുകൊണ്ട് ഞാൻ പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ സിൽക്ക് മന്ദിറിലാണേ പോയത്. അവിടെ നിന്നാണ് അവൾക്കുള്ള സാരി കിട്ടിയത്. ഇവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ. അവൾ ഉദ്ദേശിച്ച അതേ സാരി അവൾക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോനുള്ള ഡ്രസ്സ് നോക്കാൻ പോയേ. അവനും ഞാൻ വിചാരിച്ച അതേപോലെയുള്ള ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയിട്ടോ. ഞാൻ കുറേ നോക്കി നടന്നായിരുന്നു, പക്ഷേ അത് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇവർ പോകുന്ന കടയിലൊക്കെ ഞാനും പോയി ചോദിക്കുന്നുണ്ടായിരുന്നു അവന് പറ്റിയത്. പക്ഷേ അവിടെ ഒന്നുമില്ല. ഇവിടെ നിന്ന് കിട്ടിയിട്ടോ എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വിളിച്ച് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് വയ്യ, തലവേദനയാവുന്ന, വേഗമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ വേഗം കാറിൻ്റെ അടുത്തേക്ക് പോയി. അവർ വന്നില്ല. പിന്നെ കുറച്ച് നേരം കൂടെ അവരെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവാണ്. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിലെത്താൻ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഷോപ്പിംഗ് വ്ളോഗ്. ഇനി നമുക്ക് പേഴ്സണലായിട്ടുള്ള ഷോപ്പിങ്ങുകളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അതൊക്കെ ഏട്ടൻ ഫ്രീ ആവുന്ന ദിവസം ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വഴിയേ വരും കേട്ടോ. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.